കൃഷ്ണൻകുട്ടിക്ക് വാർദ്ധക്യം ഒരു നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു. ഒഴിഞ്ഞ വീട്ടിലെ നിശബ്ദത അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി മാറി. ഓരോ ദിവസവും സന്ധ്യയ്ക്ക് ചായ കുടിക്കുമ്പോൾ ഓർമ്മകൾ ഒരു പുഴ പോലെ മനസ്സിലൂടെ ഒഴുകി നീങ്ങും. അങ്ങനെ ഒരു സായാഹ്നത്തിൽ പതിവില്ലാതെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. ആരാണീ നേരത്ത് എന്ന് അതിശയിച്ചുകൊണ്ട് മെല്ലെ വാതിൽ തുറന്നു. പുറത്ത് മഴയിൽ നനഞ്ഞൊട്ടിയ ഒരു ജീവി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ പൂച്ചക്കുട്ടി. അതിൻ്റെ കുഞ്ഞി കണ്ണുകളിൽ ഒരു അഭ്യർത്ഥനയുണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടിക്ക് ആ കാഴ്ച സഹിക്കാനായില്ല. വാത്സല്യത്തോടെ അവൻ അതിനെ അകത്തേക്കെടുത്തു. തണുപ്പ് കാരണം വിറയ്ക്കുന്ന പൂച്ചക്കുട്ടിയെ അവൻ ഒരു പഴയ തുണി കൊണ്ട് പൊതിഞ്ഞു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആ പൂച്ചക്കുട്ടി ഒരു അധിക പറ്റായി അദ്ദേഹത്തിന് തോന്നി. എപ്പോഴും മ്യാവൂ എന്ന് കരയുകയും അങ്ങിങ്ങായി ഓടി നടക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ശല്യമായി. എന്നാൽ പതിയെ ആ വീട്ടിലെ നിശബ്ദതയ്ക്ക് ഒരു മാറ്റം വന്നു. പൂച്ചക്കുട്ടിയുടെ കളിച്ചിരികളും കുസൃതികളും വീടിന് ഒരു ജീവൻ നൽകി. കൃഷ്ണൻകുട്ടി അറിയാതെ അതിനെ സ്നേഹിച്ചു പോയിരുന്നു. തനിച്ചിരിക്കുമ്പോൾ അവൻ്റെ മടിയിൽ വന്നിരുന്ന് മ്യാവൂ പറയുന്നത് അദ്ദേഹത്തിനൊരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം ജനലിലൂടെ മഴ പെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ആ പൂച്ചക്കുട്ടി. അതിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ കൃഷ്ണൻകുട്ടി ഓർത്തു, ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ചെറിയ അതിഥി എത്ര വലിയ സന്തോഷമാണ് തനിക്ക് നൽകിയത് എന്ന്. ഏകാന്തതയുടെ കറുത്ത മേഘങ്ങളെ ഈ കുഞ്ഞി കിളിവാതിൽ മാറ്റിമറിച്ചു. ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സൗഹൃദങ്ങളും കടന്നുവരവുകളും ഉണ്ടാവാം. തുറന്ന മനസ്സോടെ അവയെ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ലോകത്തെ പ്രകാശപൂരിതമാക്കിയേക്കാം. ചെറിയൊരു സ്നേഹബന്ധം പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.